ശരിക്കും സ്ക്വിഡ് ഗെയിം പോലൊരു സംഭവം നടന്നിട്ടുണ്ട്. ഹായ്, ഐ ആം അരുൺ. വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കഥയാണ്. രണ്ട് സുഹൃത്തുക്കൾ നമ്മുടെ കാട്ടിനുള്ളിലൂടെ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവർക്ക് ഈ ട്രെക്കിംഗ്, അതുപോലെ തന്നെ ക്യാമ്പിംഗ്, ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള രണ്ട് സുഹൃത്തുക്കളായിരുന്നു. അതുകൊണ്ട് തന്നെ ആരും പോകാത്ത ഉൾവനങ്ങളിലേക്കൊക്കെ അവർക്ക് പോകാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അപ്പം ഒരു ഭയങ്കര ഡെൻസ് ആയിട്ടുള്ള ഒരു ഫോറസ്റ്റിലേക്ക്, അധികം ആരും പോവാത്ത ഫോറസ്റ്റിലേക്ക് ഇവർ മാപ്പൊക്കെ വെച്ച് ഈ രണ്ട് സുഹൃത്തുക്കൾ യാത്ര തുടങ്ങുകയാണ്. അവരിങ്ങനെ യാത്ര ചെയ്തു ഒരു 2-3 ദിവസമായപ്പോൾ ആ ഒരു ഡെൻസ് ഫോറസ്റ്റ്, അതായത് ഒരു കാടിൻ്റെ ഒരു ഉൾവനം, ഒരു നടുക്ക് എന്നൊക്കെ പറയില്ലേ, ആ മാപ്പിൽ ഒരു നടുക്ക് എത്തിയപ്പം ഇവർ ഭയങ്കരമായിട്ട് സന്തോഷിക്കുകയാണ്. ആരും അധികം വരാത്തൊരു സ്ഥലത്തേക്ക് നമ്മൾ എത്തിപ്പെട്ടു. ഇവരുടെ ആ ഒരു ട്രെക്കിങ് ക്യാമ്പിംഗ് ഒക്കെ ഭയങ്കര മനോഹരമായതിൻ്റെ ആ ഒരു ആഹ്ലാദവും ഒച്ചപ്പാടൊക്കെ ഇവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിലൊരു സുഹൃത്ത് പറയുകയാണ്, എടാ നീ ഒന്ന് മിണ്ടാണ്ടിരുന്നേ എന്നുള്ള രീതിയിൽ പറയുകയാണ്. അപ്പോൾ മറ്റേ ചോദിക്കുക, എന്ത് പറ്റി, നീ ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോക്കിയേ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും ശ്രദ്ധിച്ച് കേട്ടോക്കുമ്പോൾ എന്തോ ഈ ചാട്ടവാറിനൊക്കെ അടിക്കുന്ന പോലത്തെ സൗണ്ടുകൾ കേൾക്കുകയാണ്. ആരോ അലറി കരയുന്ന സൗണ്ടുകൾ കേൾക്കുകയാണ്. ശരിക്കും ഇവർ ഞെട്ടിപ്പോവാണ്. നമ്മളാണെങ്കിലും ഇപ്പം ആരും എത്തിപ്പെടാത്ത ഒരു സ്ഥലം എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്ത് എന്താവുകയാണ്, ഇതേപോലെ ഒരു വലിയ അലർച്ചയും അതുപോലെ തന്നെ ഈ അടിക്കുന്ന സൗണ്ടുകളും കാര്യങ്ങളൊക്കെ കേൾക്കുകയാണ്. ഇവർ ശരിക്കും പതറിപ്പോവാണ്. എന്താണ് സംഭവം, എന്താണ് ഇവിടെ ഈ കാട്ടിനുള്ളിൽ സംഭവിക്കുന്നത്, ഇവിടെ ആരും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇതിപ്പം ആരാണ് എന്നുള്ള ഒരു ഡൗട്ടും കാര്യങ്ങളൊക്കെ ഇവർക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവർ മെല്ലെ ആ ഒരു കാട്ടിൽ മരത്തിൻ്റെ പിന്നിലേക്ക് ഒളിഞ്ഞ് മരത്തിലൂടെ മേലേക്ക് കയറി നോക്കുകയാണ്. അതായത് നമുക്ക് ദൂരെയുള്ള എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവർ ആ ഒരു മരത്തിൻ്റെ മുകളിലേക്ക് കയറി നോക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ ഈ രണ്ട് സുഹൃത്തുക്കളും ഞെട്ടി എന്ന് പറയാം. അതായത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം കാണുമ്പോൾ നമ്മൾ ഞെട്ടില്ലേ, അതേപോലെ ഞെട്ടുകയാണ്. അതായത് കുറേ പേര് വട്ടം കൂടി നിന്ന് ഇപ്പം ഒരാളെ തല്ലുന്നു, അവിടെ മരമുറി നടക്കുന്നു. ഇങ്ങനെ ചാട്ടവാറ് കൊണ്ട് അടിച്ചിട്ട് ആ മരം മുറുക്കി എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ അതാക്കുകയാണ്. അവിടെ ഒരു വലിയ ഒരു പുകക്കുഴലും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു മാൻഷൻ പോലത്തെ ഒരു സെറ്റപ്പിലും കാര്യങ്ങളൊക്കെ അവിടെ കാണുകയാണ്. ശരിക്കും ഇവർ ഞെട്ടി. അതായത് ആരും വരില്ല, ആരും വരാത്ത ഒരു കാട്ടിനുള്ളിൽ ഇവർ എത്തി എന്ന് പറഞ്ഞ് സന്തോഷിക്കുമ്പോൾ അവിടെ അപ്പുറത്തെ സൈഡിൽ ഫുൾ ആൾക്കാർ നിന്ന് മരം മുറി, അതുപോലെ തന്നെ കുറേ പേര് അവരെ അടിക്കുന്നു, ഇങ്ങനെ ചോര, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവരിവിടെ കാണുകയാണ്. ശരിക്കും ഇവർ ഞെട്ടിത്തരിച്ച് നിൽക്കുന്ന സമയത്ത് പിന്നെ ഇവരുടെ ആ ഒരു മനോധൈര്യവും കാര്യങ്ങളൊക്കെ ഇതാക്കി ഇവർ ആ ഒരു ബൈനോക്കുലർ വെച്ചിട്ട് അവിടേക്ക് നോക്കുകയാണ്. എന്താണ് സംഭവം എന്ന് ഇവർക്കിപ്പോൾ ഒരു ദൂരം എന്നുള്ളൊരു വിഷയം മാത്രമേ ഉള്ളൂ. ഇവർ ഈ ബൈനോക്കുലറിൽ കൂടെ നോക്കുമ്പോൾ കാണുന്ന ആ ഒരു കാഴ്ച ഇവരെ ശരിക്കും ഞെട്ടിക്കുകയാണ്. അതായത് 2-3 വർഷങ്ങൾക്ക് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ കൊറിയയിലെ രാഷ്ട്രീയത്തെയും അവരുടെ പ്രശ്നങ്ങളെയൊക്കെ എതിർത്ത് നിന്ന സാമൂഹ്യ പ്രവർത്തകൻ എന്നൊക്കെ പറയുന്ന പോലുള്ള കുറച്ച് ഫേമസ് ആയിട്ടുള്ള ഒരാളെയാണ് ഇവരവിടെ കാണുന്നത്. അയാളെ 4 പേര് ചുറ്റും നിന്നിട്ട് ചാട്ടവാറും കൊണ്ടൊക്കെ അടിക്കുകയാണ്. ഇയാൾ എന്നിട്ട് ആ ഒരു മരം മുറിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇയാളെ കാണാതായി എന്നുള്ള രീതിയിലാണ് അവിടെയൊക്കെ പറഞ്ഞിട്ടുള്ളത്. അയാളെ പെട്ടെന്നൊരു ദിവസം കാണാതായി എന്നുള്ള രീതിയിലാണ് അവിടെ ഒക്കെ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇയാളെ കാണുമ്പോൾ ഇവർ ഞെട്ടിപ്പോവാണ്. അപ്പം ഇവർ അവിടുന്ന് പെട്ടെന്ന് ഇറങ്ങി ഇവർ തീരുമാനിക്കുകയാണ് ഇത് നാട്ടിലറിയണം, പുറത്തറിയണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവർ തീരുമാനിക്കുകയാണ്. അങ്ങനെ ഇവർ വേഗം നാട്ടിലേക്ക് വന്ന് മീഡിയേനെയും അതുപോലെ തന്നെ കുറേ എല്ലാവരെയും ഇത് പറഞ്ഞ് ധരിപ്പിക്കുകയാണ് ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട് പോലീസിൽ. അങ്ങനെ ഇതൊരു വലിയ കേസും കാര്യങ്ങളിലേക്കൊക്കെ ആവുകയാണ്. അങ്ങനെയാണ് ഈ ഒരു സംഭവം പുറത്തറിയുന്നത്. അതായത് സ്ക്വിഡ് ഗെയിം പോലൊരു സംഭവം അവിടെ നടന്നിട്ടുണ്ടെന്നുള്ള കാര്യം അങ്ങനെയാണ് പുറത്തറിയുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇത് അതായത് ഇത് സത്യമാണോ, ഇതെന്താണ് സംഭവം എന്നുള്ള രീതിയിലൊക്കെ. ഇത് സത്യമാണെന്നുള്ള രീതിയിൽ തന്നെയാണ് പുറത്തു വരുന്നത്. 5000 പേരെ, 1-2 അല്ല, 5000 പേരെയാണ് ഇതേപോലെ തട്ടിക്കൊണ്ടുവന്നും അങ്ങനെ ഇങ്ങനെയും, അതായത് ആണുങ്ങളെന്നില്ല പെണ്ണുങ്ങളെന്നില്ല എല്ലാവരെയും തട്ടിക്കൊണ്ടുവന്ന് ഇതേപോലെ ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ചിട്ടുള്ള എന്നുള്ള രീതിയിലൊക്കെയാണ് കാര്യങ്ങൾ വരുന്നത്. സോ ഇതിനെപ്പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് അടിച്ചേക്കുക, എന്നാൽ നിങ്ങൾക്ക് ഇതേപോലുള്ള പുതിയ വീഡിയോ സീരീസുകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ കാണാൻ സാധിക്കും. സബ്സ്ക്രൈബും കൂടി ചെയ്തിട്ട് കഴിഞ്ഞാൽ എല്ലാം, അതായത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ നമുക്ക് ഈ ഒരു റിയൽ ലൈഫ് സ്ക്വിഡ് ഗെയിമിലേക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പോയി നോക്കാം അല്ലേ. സൗത്ത് കൊറിയയിൽ ശരിക്കും നടന്ന സ്ക്വിഡ് ഗെയിമിനെ പറ്റിയാണ് നമ്മളിനി സംസാരിക്കാൻ പോകുന്നത്. ഇത് കേട്ട് കഴിയുമ്പോൾ നമ്മൾ തന്നെ വിചാരിക്കും ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടാവുമോ എന്നുള്ളൊരു രീതിയിലൊക്കെ. പക്ഷേ പല കഥകളിലും അല്ലെങ്കിൽ പല ഈ ഹിസ്റ്ററിയും കാര്യങ്ങളും ഇത് അനുഭവിച്ച് വന്ന ആൾക്കാരൊക്കെ പറഞ്ഞത്, ഒരുപാട് പേരൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷേ കുറേ ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു ഇതിൽ നിന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോ
പറയുന്നത്. അതായത് ഇത് ശരിക്കും സംഭവിച്ചത് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ 1950 കാലഘട്ടങ്ങളിലൊക്കെ നമ്മുടെ സൗത്ത് കൊറിയ, നോർത്ത് കൊറിയ, അതെ, ഇവർ തമ്മിൽ യുദ്ധവും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം നമുക്കറിയാം, നമുക്കിപ്പം അത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഇന്ത്യ, പാകിസ്ഥാൻ എന്നൊക്കെ പറയുന്ന പോലെ ഇവർ തമ്മിൽ ആ ഒരു അതിർത്തി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ യുദ്ധങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. ഈ യുദ്ധം പിന്നീട് കുറേ രാഷ്ട്രങ്ങളൊക്കെ ഒരുമിച്ച് ഇവർക്ക് കറക്റ്റ് അതിർത്തിയൊക്കെ പിരിച്ച് ആ യുദ്ധമൊക്കെ അവർ ഒഴിവാക്കിയിരുന്നു. പക്ഷേ ഈ യുദ്ധത്തിൽ ഒരുപാട് പേരുടെ ജീവിതവും എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതായത് കുറേ പേര് വികലാംഗരായി, കുറേ പേര് അനാഥരായി. അതായത് അച്ഛനും അമ്മയൊക്കെ യുദ്ധത്തിന് പോയവരും അനാഥരായി. ഒരുപാട് അനാഥർ സൗത്ത് കൊറിയയിൽ ഒരുപാട് അനാഥരെ സൃഷ്ടിച്ചു ആ ഒരു യുദ്ധം എന്ന് പറയുന്നത്. അതായത് നോർത്ത് കൊറിയനെക്കാട്ടും കൂടുതൽ ഈ യുദ്ധത്തിൽ ആൾക്കാരെ നഷ്ടപ്പെടുന്നതെന്ന് പറയുന്നത് സൗത്ത് കൊറിയയിലുള്ള ആൾക്കാരായിരുന്നു. അപ്പം ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഉണ്ടായിരുന്ന സൗത്ത് കൊറിയയിൽ ഉണ്ടായിരുന്ന അന്നത്തെ ഭരണാധികാരി ഈ ഒരു സമയത്ത് ഈ വീടും സ്ഥലങ്ങളൊക്കെ നഷ്ടപ്പെട്ട, ആരും ഇല്ലാതെ, ഉറ്റവരും ഉടയവരും ഒന്നും ഇല്ലാണ്ടായ ഈ കുറേ കുട്ടികളും കാര്യങ്ങളൊക്കെ ഇവർക്ക് എന്ത് ചെയ്യണമെന്നൊന്നും അറിയാത്തതുകൊണ്ട് തന്നെ ഇവർ റോഡിന് അടിയിൽ, പാലത്തിനടിയിലും അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ താമസിക്കാനും കാര്യങ്ങളൊക്കെ തുടങ്ങി. അപ്പം അവിടെ ഉണ്ടായിരുന്ന ഈ ഒരു ഭരണാധികാരി ഇവരെന്തിനാണ് ഇങ്ങനെ താമസിക്കുന്നത്, ഇവർ ഈ നഗരത്തെ നാശാക്കുകയാണ്, വൃത്തികേടാക്കുകയാണ് എന്നുള്ള രീതിയിലൊക്കെ അവിടെ സംസാരിക്കുകയും, അതായത് ആ സമയത്ത് അവിടെ സൗത്ത് കൊറിയ ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിക്കാൻ പോവുകയാണ് എന്നുള്ളൊരു സംഭവം. ഇത് വഹിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിന് ഇവർ അപമാനമാവും. അതായത് ഇവർക്ക് വീടും ഒന്നുമില്ല, ഇവർ നമ്മുടെ രാജ്യത്തെ നാശമാക്കുന്നു ഇൻ ദ സെൻസ് ഓഫ് മനോഹരമായിട്ട് മീഡിയാസും കാര്യങ്ങളൊക്കെ കവർ ചെയ്യേണ്ട, അല്ലെങ്കിൽ വിദേശ രാഷ്ട്രങ്ങൾ വരുമ്പോൾ കാണേണ്ട നമ്മുടെ രാജ്യങ്ങളെ ഈ ഒരു ആൾക്കാർ മോശമാക്കും എന്ന് പറഞ്ഞിട്ട് ഇവരെ, അതായത് ഒരു വെൽഫെയർ ക്യാമ്പ് എന്നുള്ള രീതിയിൽ, ഈ വീടും ഇതൊന്നും ഇല്ലാത്ത ആൾക്കാരെ വെൽഫെയർ ക്യാമ്പ് എന്നുള്ള രീതിയിൽ ഒരു സ്ഥലത്തേക്ക് മാറ്റാനുള്ള ഒരു തീരുമാനവും കാര്യങ്ങളൊക്കെ ഈ ഭരണാധികാരി എടുക്കുകയാണ്. അപ്പം ഈ ഭരണാധികാരി ഇത് എടുക്കുന്ന സമയത്ത് ഇവിടെ വെക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അതായത് ഈ ആർമി ഓഫീസർ ഈ ഒരു സംഭവം വെക്കുന്ന സമയത്ത് അവിടെ പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്തെ മോശമാക്കുന്ന എല്ലാവരെയും കൊണ്ടുപോയി ഇടുക എന്നുള്ള രീതിയിൽ. അപ്പം ഫസ്റ്റ് ഈ ഒരു അനാഥരായ കുട്ടികളെയും കാര്യങ്ങളൊക്കെ ഇവർ പിടിച്ചുകൊണ്ട് പോകുന്നു, അവിടെ ഇതാക്കുന്നു എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ പിന്നീട് അതായത് ഈ രാജ്യത്തെ ഈ വികലാംഗർ, ഇപ്പോൾ യുദ്ധത്തിൽ കൈയും കാലൊക്കെ നഷ്ടപ്പെട്ടിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, അവരെ ഇതിനകത്ത് പിടിച്ചുകൊണ്ട് പോകുന്നു. പിന്നെ മൂന്നാമത് ഇപ്പം ഈ അതായത് ഈ ആ കാലഘട്ടത്തിൽ ഈ ഭരിച്ച ഈ ഭരണാധികാരി എന്ന് പറയുന്നത് അത്യാവശ്യം കറപ്റ്റഡ് ആയിട്ടുള്ള, അത്യാവശ്യം അഴിമതിയൊക്കെ നടത്തിയിട്ടുള്ള ഒരു ഭരണാധികാരിയാണെന്നാണ് കേൾക്കുന്നത്. ഇപ്പം ഒളിമ്പിക്സ് എന്ന് പറഞ്ഞില്ലേ, ഈ ഒരു ഒളിമ്പിക്സിൽ തന്നെ ഒരുപാട് കോടികളും കാര്യങ്ങളൊക്കെ അഴിമതി ചെയ്ത ഒരു വ്യക്തി എന്നും ആ കാലഘട്ടത്തിൽ തന്നെ പറയപ്പെട്ട ഒരു വ്യക്തിയാണ്. സോ ഈ ഒരു വ്യക്തി എന്തൊക്കെയാണ്, ഈ ഒരു വ്യക്തിയുടെ രാഷ്ട്രീയത്തെ എതിർക്കുന്നത്, നമുക്ക് പറയാം, നമ്മുടെ രാഷ്ട്രീയത്തെ എതിർക്കുന്ന ആൾക്കാരെയും പിടിച്ചുകൊണ്ട് ഈ ഒരു സ്ഥലത്ത് ഇടുകയാണ്. സോ ഒന്ന് ആലോചിക്കുക, നമ്മൾ തെറ്റായിട്ടുള്ള എന്തെങ്കിലും പ്രവണതകൾ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെതിരെ പ്രതികരിച്ചതിൻ്റെ പേരിൽ ഇവരെയും കൊണ്ടുപോയി ഇടുകയാണ് ചെയ്യുന്നത്. സോ ഇത് സാധാരണ ഒരു ബേസിക്കലി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആ വീടും ഇതൊന്നും ഇല്ലാത്തവർക്ക് ഒരു ജോലിയും കാര്യങ്ങളെന്നൊക്കെ ഉള്ള രീതിയിലാണ്. പക്ഷേ ഇതൊരു തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടു. ഈ രാഷ്ട്രീയത്തെ എതിർക്കുന്നവർ അങ്ങനെ എല്ലാവരെയും കൊണ്ടുപോയി ഇവിടെ കൊണ്ടിടാൻ തുടങ്ങി. അവരെ വർക്ക് ചെയ്യിപ്പിക്കുക എന്നൊക്കെയുള്ള രീതിയിലാണ് ഈ സംഭവം ഉണ്ടായത്. ഇതിൽ ഒരുപാട്, അതായത് ഇപ്പം ഒറ്റയ്ക്ക് നിൽക്കുന്ന കുട്ടികളെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ പിടിച്ചു കൊണ്ടുപോയി ഇടുക എന്നുള്ള രീതിയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഒരു കുട്ടിയെ, അതായത് അച്ഛനും അമ്മയും ഉള്ള ഒരു കുട്ടിയെ അച്ഛനും അമ്മയും അടുത്ത വീട്ടിൽ പോയി വരാൻ, മോനെ നീ പുറത്തിറങ്ങരുത്, അതായത് പുറത്തിറങ്ങി കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരെ പിടിച്ചു കൊണ്ടുപോകുന്ന ആ ഒരു സെഗ്മെൻറ്റിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ഈ കുട്ടി അച്ഛനും അമ്മയും പുറത്ത് പോയ സമയത്ത് ഈ കുട്ടി പുറത്ത് വരികയും ഈ കുട്ടീനോട് ചോദിക്കുന്നതാണ്, നിനക്ക് ആരും ഇല്ലേ എന്നൊക്കെയുള്ള രീതിയിൽ ചോദിക്കും. ചെറിയൊരു കുട്ടിയുമാണ് കേട്ടോ. അപ്പം ഈ കുട്ടീനോട് ചോദിക്കുന്ന സമയത്ത് ഈ കുട്ടി പറയുന്നു ഇല്ല എന്നുള്ള രീതിയിൽ, ചെറിയൊരു കുട്ടിയല്ലേ, അപ്പോൾ ഇല്ല എന്നുള്ള രീതിയിൽ പറയുന്നു. ഈ കുട്ടീനെ അപ്പം തന്നെ നമ്മളിപ്പോൾ സ്ക്വിഡ് ഗെയിമിലൊക്കെ കാണുന്ന പോലെ വാനിലൊക്കെ കൊണ്ടുവന്നിട്ട് ഈ കുട്ടീനെയും കൊണ്ടുപോയി കഴിഞ്ഞിട്ട് കുട്ടീനെ അവിടെ ഒരു സ്ഥലത്ത് കൊണ്ടിടുന്നു. അപ്പം ഈ കുട്ടിക്ക് ഇത് സംഭവത്തെ പറ്റി ഒന്നും അറിയില്ല, ചെറിയ കുട്ടിയല്ലേ. അവിടെ കൊണ്ടുപോയി നോക്കുമ്പോൾ കുറേ ആൾക്കാരുടെ ഇടയിലേക്ക് ഈ കുട്ടീനെ ഇടുകയാണ്. പിന്നെ പിറ്റേ ദിവസം രാവിലെ ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ ഒരു സൈറൻ മുഴങ്ങുകയാണ്. ഈ സൈറൻ മുഴങ്ങുന്ന സമയത്താണ് എന്താ പറയുന്നത്, അവിടെ കുറേ പേരുണ്ട്. ഒരു റൂം, അതായത് 10,000-ഓളം ആൾക്കാരെ ഇടാക്കുകയാണ്. ഒരു റൂമിൽ 100 പേരെ ഇട്ടിട്ട് 10 ബ്രഷ് മാത്രം കൊടുത്ത്, ആ 10 ബ്രഷ് ഇവർ ഓരോരുത്തർ യൂസ് ചെയ്ത് ഡ്രസ്സും കാര്യങ്ങളൊക്കെ അങ്ങനെ കൊടുത്ത് ഇവരെ അത്രത്തോളം ഇങ്ങനെ
ക്രൂരമായി പീഡിപ്പിക്കുക എന്ന് പറയില്ല, അങ്ങനെ ക്രൂരമായി പീഡിപ്പിച്ച് ഇവരുടെ മൈൻഡിലേക്ക് ഈ വർക്ക് ചെയ്യുക, ഇതാക്കുക, വർക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ അവരെ അടിക്കുക, തൊഴിക്കുക, ഇവർ പറയുന്ന രീതിയിൽ ചെയ്തില്ലെങ്കിൽ ഇതാക്കുക. അതായത് നമ്മളിപ്പോൾ സ്ക്വിഡ് ഗെയിമിലൊക്കെ കാണുന്ന പോലെ തന്നെയുള്ള ഒരു സംഭവങ്ങളൊക്കെ ഇതിൽ കൂടുതൽ ആൾക്കാരെന്ന് പറഞ്ഞാൽ ഈ രാഷ്ട്രീയത്തെ എതിർത്ത ആൾക്കാരൊക്കെ ഇല്ലേ, അവരൊക്കെയാണ്. പിന്നെ അതുപോലെ തന്നെ ഇവർക്ക് ഈ രോഗമൊന്നും വരാണ്ടിരിക്കാനുള്ള മരുന്ന് കൊടുക്കുക, ബോധമരുന്ന് കൊടുക്കുക, മീൻസ് അങ്ങനെയൊക്കെ കൊടുത്ത് ഇവരെ എത്രത്തോളം മാനസികമായി പീഡിപ്പിക്കാൻ പറ്റുമോ അങ്ങനെ പീഡിപ്പിച്ച് പണിയെടുപ്പിക്കുക. ആ രീതിയിലായിരുന്നു ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഈ ഒരു പയ്യനെ അങ്ങനെ കൊണ്ടുപോയി 2 വർഷം കഴിഞ്ഞപ്പോൾ ഈ പയ്യൻ്റെ അച്ഛനെ ഈ പയ്യൻ കാണുന്ന സമയത്ത്, അതായത് അവിടെ ഈ പയ്യൻ്റെ അച്ഛനും വരികയാണ്. ഈ പയ്യൻ്റെ അച്ഛനെയും അവിടെ കാണുന്ന സമയത്ത് ഈ കുട്ടി അച്ഛൻ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകുമ്പോൾ അയാൾക്ക് ഇത് തൻ്റെ മോനാണെന്ന് പോലും മനസ്സിലാവാത്ത രീതിയിൽ, മീൻസ് അദ്ദേഹം ഈ മകനെ നഷ്ടപ്പെടുത്തില്ലോ എന്നുള്ള വേദനയിൽ ലഹരി മരുന്നിനൊക്കെ അടിമയായി. അങ്ങനെ അപ്പം അയാൾ രാജ്യത്തിന് ദ്രോഹം ചെയ്യുന്ന ആളാന്ന് പറഞ്ഞിട്ട് അയാളെയും പിടിച്ചിവിടെ കൊണ്ടുവന്നിട്ടാണ്. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ സംഭവ വികാസങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് എന്നുള്ള രീതിയിലൊക്കെയാണ് പോർട്രേ ചെയ്യുന്നത്. അത് കുറേ പേരൊന്നും ഇപ്പോഴും ഈ ഒരു സംഭവം പുറത്ത് അവർ അനുഭവിച്ചൊരു പുറത്ത് പറയാത്ത രീതിയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുകൂടാതെ തന്നെ ഇപ്പം ഓർഫൻസ് ആയിട്ടുള്ള കുറേ കുട്ടികളെ കൊണ്ടുവന്നിട്ടുണ്ടെന്നൊക്കെ പറയുന്നില്ലേ, ഇപ്പം നമ്മൾ സ്ക്വിഡ് ഗെയിമിലും കാര്യങ്ങളിലൊക്കെ കണ്ട പോലെ ഒരുപാട് VIPs കാര്യങ്ങളൊക്കെ വന്ന് ഒരു ഷോയൊക്കെ നടത്തി. ഈ ഷോയിൽ നിന്ന് കുറേ കുട്ടികളെ അഡോപ്ഷനുള്ള ഇത് കൊടുക്കുകയാണ്. അങ്ങനെ കുറേ പേരെ അവിടുന്ന് അഡോപ്റ്റ് ചെയ്ത് പോയതായിട്ടൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട്. കുറേ കുട്ടികളൊക്കെ അവർ നല്ല രീതിയിൽ അഡോപ്റ്റ് ചെയ്തവർ നോക്കിയിട്ടുണ്ടാവും. പിന്നെ കുറേ പേരെ വേലക്കാരായി പോലെ തന്നെ കൊണ്ടുപോയവരും ഉണ്ട് എന്നൊക്കെ പറയപ്പെടുന്നു. സോ നമുക്കറിയാലോ അങ്ങനെയൊക്കെ കൊണ്ടുപോയാൽ എങ്ങനെയായിരിക്കും അവർ അനുഭവിച്ച ആ ഒരു ചിത്രവധം കാര്യങ്ങളെന്നൊക്കെ. സോ അത്രത്തോളം മാനസികമായിട്ടും കാര്യങ്ങളൊക്കെ പീഡിപ്പിച്ച്, അതായത് ആൺ പെൺ വ്യത്യാസമൊന്നുമില്ലാതെ അത്രത്തോളം മാനസികമായിട്ടൊക്കെ പീഡിപ്പിച്ചിട്ടുള്ള ഒരു കാലഘട്ടം അല്ലെങ്കിൽ ആ രീതിയിലൊക്കെയാണ് പോയെന്നൊക്കെയുള്ള രീതിയിലാണ് പറയപ്പെടുന്നത്. നമുക്ക് തന്നെ ആലോചിക്കുമ്പോൾ അത്രത്തോളം ഒരു ഭീകരമാണ് ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഈ സ്ക്വിഡ് ഗെയിം കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അതിൻ്റെ ഒരു ഭീകരത. അതിനേക്കാളും ഇരട്ടി ഭീകരതയിലാണ് ഈ ഒരു കാര്യം പോയിട്ടുള്ളത്. പിന്നെ ഈ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോലെ ഈ 2 സുഹൃത്തുക്കളാണ് ഇത് പുറത്ത് പറയുന്നതും. അതിനുശേഷമാണ് എല്ലാവരും മീഡിയ അറ്റൻഷനും കാര്യങ്ങളൊക്കെ പോകുന്നു, പോലീസുകാർ അവിടെ പോയി ഇവരെയൊക്കെ രക്ഷിച്ചെടുക്കുന്നു, അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഈ ഭരണാധികാരി അപ്പോഴത്തേക്കും മരിച്ചു പോയെന്ന് തോന്നുന്നു. ഈ ഭരണാധികാരിയുടെ ഏതൊരു തലമുറയിലുള്ള ആൾക്ക് മാത്രമാണ് ആ ഒരു ശിക്ഷയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളത്. എന്ത് ശിക്ഷ കിട്ടിയിരുന്നതാണ്. അതിനിടയിൽ ഇവർ ഉണ്ടാക്കുന്ന ഇപ്പോൾ സോപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു ആ ഒരു ഫാക്ടറിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ആ ഫാക്ടറിയിൽ ഉണ്ടാക്കി കൊടുക്കുന്ന സാധനങ്ങളുടെയൊക്കെ മുഴുവൻ ഒരു ഇത്ര ശതമാനം പങ്കും ഈ ഒരു ഭരണാധികാരി തന്നെയാണ് കൈപ്പറ്റിയിട്ടുള്ളത്. അതായത് ഇവരുടെ ചോരയും വേർപ്പും ഇവരെ ആ ഒരു ചിന്തിക്കാൻ പോലും കഴിവില്ലാത്തവരായിട്ട് ഒരു നമ്പർ മാത്രം കൊടുത്തിട്ട്, നമ്മൾ സ്ക്വിഡ് ഗെയിമിലൊക്കെ കണ്ടിട്ടുള്ളവരെ നമ്പർ മാത്രം കൊടുത്തിട്ട് ഈ നമ്പർ മാത്രം വെച്ച് അവരുടെ ശരിക്കും പേരും ഒന്നും അവർക്ക് മൈൻഡിൽ പോലും ഇല്ലാതെ അവരെ പണിയെടുപ്പിച്ചായിരുന്നു ഈ പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയ രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇങ്ങനൊരു സംഭവം യഥാർത്ഥത്തിൽ സൗത്ത് കൊറിയയിൽ നടന്നിട്ടുണ്ട്. സൗത്ത് കൊറിയയുടെ ഭയങ്കര ഒരു ഡാർക്ക് സൈഡ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. കുറേ പേര് ഇത് പുറത്ത് വന്നിട്ട് പിന്നെയും പറഞ്ഞിട്ടില്ല. പക്ഷെ കുറച്ച് ആൾക്കാരൊക്കെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ കുറേയൊക്കെ പുറത്ത് വെളിവാക്കപ്പെട്ടിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഈ അഡോപ്റ്റ് ചെയ്തു പോയ കുറേ ആൾക്കാരില്ലേ, അവരെയൊക്കെ സൗത്ത് കൊറിയ വീണ്ടും തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങളും കാര്യങ്ങളൊക്കെ നടത്തി എന്നുള്ള രീതിയിലൊക്കെ കാര്യങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നു. സോ എന്തായാലും ഒരു ഭരണാധികാരി ചെയ്ത ഒരു കൊടുമ അല്ലെങ്കിൽ ഒരു ദ്രോഹം എന്നുള്ള രീതിയിൽ തന്നെ നമുക്കതിനെ പറയേണ്ടി വരും. അത്രത്തോളം വിഷമകരമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ഈ ഒരു നടന്നിട്ടുള്ളത്. സോ എന്തായാലും ഇതിപ്പോൾ ഞാൻ മദൻ ഗൗരി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൻ്റെ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ അതിനൊരു ഔട്ട്ലുക്ക് ആക്കി നമ്മളും ഒരു വീഡിയോ ചെയ്തതാണ്. സോ നിങ്ങൾക്ക് ഇതേപോലുള്ള എന്തെങ്കിലും ടോപ്പിക്കിനെ പറ്റിയുള്ള സംസാരങ്ങളും കാര്യങ്ങളൊക്കെ വേണം, അല്ലെങ്കിൽ നമ്മൾ വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലേക്ക് കൊടുത്താൽ അതിനെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ.